ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ട്രിവാൻഡ്രം സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് 1 മുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 240 ml മെഷറിംഗ് കപ്പിന് 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2.5 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 25 ഗ്രാം വീതം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് എടുക്കുക. ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തോണ്ട് വരാം. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ചെയ്ത ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കന്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് 3 വലിയ സവാളയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 6-7 പച്ചമുളകും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളിയും 1 വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 1 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ്. ഇനി ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. സവാള പൊരിച്ച ആ എണ്ണയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ചിക്കൻ എല്ലാം പാനിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി ഈ ചിക്കൻ മീഡിയം ഫ്ലെയിമില് 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ടതില്ല. ഒരു 3/4 ഭാഗത്തോളം ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരാവുന്നതാണ്. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ബിരിയാണിയിലിടുന്ന രമ്പയിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടുന്നതാണ്. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇനി ആ അരിഞ്ഞു വെച്ച സവാള ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. സവാള ഇവിടെ നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ കളർ ആവേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇത് 3-4 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്പാറ്റുല കൊണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ഇവിടെ നല്ലതായിട്ട് തിളച്ച് കുറുകി ഒന്ന് വരുമ്പോൾ 1/2 കപ്പ് തൈരും കൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ഇതിലോട്ടൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ച സവാളയിൽ നിന്നും 1 പിടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക.
ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ വറുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വറുത്ത ചിക്കനും ആ ഗ്രേവിയും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ആ ഗ്രേവിയും ചിക്കനും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരാനായിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിയൊക്കെ വെക്കുന്ന വലിയ പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലെ ഉപ്പിന്റെ ടേസ്റ്റ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാക്കി വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എങ്കിലേ ചോറ് വയ്ക്കുമ്പോൾ ചോറിന് ആവശ്യത്തിന് ഉപ്പുണ്ടായിരിക്കത്തുള്ളൂ. ഇതിലേക്കിനി 2 കഷ്ണം പട്ട, 3 ഏലക്കായ, 2-3 ഗ്രാമ്പു, 2 ബേ ലീഫ് ഇത്രയൊന്നും ഇട്ട് കൊടുക്കുക. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിനി ആ സോക്ക് ചെയ്ത് വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കിനി 1 നാരങ്ങയുടെ പകുതി നീരും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മുറിഞ്ഞു വരുന്ന പരുവത്തിലായിരിക്കണം. ചോറ് 85% വേഗാകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റാവുന്നതാണ്. ചിക്കനിൽ ആ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ദം ചെയ്ത് തുടങ്ങാം. ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് ചോറ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ചോറ് എല്ലാ വശത്തേക്കും ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ചോറിൽ കിടക്കുന്ന ഈ പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് എടുത്ത് കളയുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിലോട്ട് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഇതിലോട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്നും പകുതി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് ആ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും ആ ചോറിന്റെ പകുതി ഭാഗത്തോളം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്കും ആദ്യം ചെയ്തതുപോലെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും അരിഞ്ഞു വെച്ച മല്ലിയിലയും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അവസാനം ഇതിലേക്ക് ആ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറും നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചോറെല്ലാം സൈഡിലോട്ടൊക്കെ ഒന്ന് നിരത്തി കൊടുത്ത് ലെവൽ ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അവസാനം ഇതിലേക്ക് മല്ലിയിലയും ബാക്കിയുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്കിനി 2-3 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കിനി ചെറിയൊരു കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ പാലിൽ കലക്കിയതും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ദോശത്തവയുടെ മുകളിൽ ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുത്ത ബിരിയാണി നമുക്കിനി പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്യാം. റൈസൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് കുക്കുംബർ റൈത്തയാണ്. ചോറില ചിക്കൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.